ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കുറേ നാളായി ഓരോ വീഡിയോ ആയിട്ട് കണ്ടിട്ടല്ലേ. അപ്പോൾ നമുക്ക് ഇന്ന് മുതൽ രണ്ടാമത് അങ്ങോട്ട് തുടങ്ങിയാലോ. അപ്പോൾ ശരി, അപ്പോൾ ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നത്. നമ്മുടെ കപ്പ മീനിട്ട് വിരകിയതാണ് കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടി മീൻ ഉപയോഗിച്ചത് മത്തിയാണ്, നമ്മുടെ ചാള എന്നൊക്കെ പറയും, ചാള മത്തി എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ ആ മീനാണ്. അതിൽ ഞാൻ നമുക്ക് കുഞ്ഞൻ മത്തി, വലിയ മത്തി, ഒമാൻ മത്തി, ഏത് മത്തിയും ഏത് തരത്തിലും നീളത്തിലും ഉള്ള മത്തി നമുക്ക് എടുക്കാം കേട്ടോ. പിന്നെ കുഞ്ഞൻ മത്തിയാണ് കുറച്ചും കൂടി ബെറ്റർ, ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതിനകത്തേക്ക് ഞാൻ കുറച്ച് മത്തി എടുത്തിട്ടുള്ളൂ. ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി ചതച്ചിട്ടിടുക. നുറുക്കാതെ നമ്മൾ ഒരു 4-5 വെളുത്തുള്ളി നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് എടുത്തിട്ട് ചതച്ചിട്ട് നമുക്ക് ഇടാം. എന്നിട്ട് ഈ പൊടികളൊക്കെ ചേർത്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് വേവിക്കാൻ വേണ്ടി വെക്കുക. പിന്നെ കുറേ വെള്ളത്തിൽ അങ്ങോട്ട് വേവിക്കാൻ വെക്കരുത്, കുറച്ച് വെള്ളത്തിൽ, മീൻ അത്യാവശ്യം വേവാനുള്ള വെള്ളത്തിൽ നമുക്കിത് വേവിക്കാൻ വേണ്ടി വെക്കുക. അപ്പോൾ അത് അവിടെ കിടന്നിങ്ങനെ വേവട്ടെ കേട്ടോ. നല്ലോണം വെന്ത് വരുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കുക, അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ശ്രദ്ധിക്കുക. കാരണം കുറച്ച് വെള്ളമല്ലേ ഉള്ളൂ. അപ്പോൾ അത് നല്ലോണം ഒന്ന് ആയി വരട്ടെ. ഈ സമയത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ഇതിനകത്തുള്ള മെയിൻ സാധനം നമ്മുടെ കപ്പയാണ്. കപ്പ, കൊള്ളിക്കിഴങ്ങ്, കപ്പക്കിഴങ്ങ്, പൂള എന്നിങ്ങനെയൊക്കെ പല നാടുകളിൽ പല പേരിൽ പറയുന്ന നമ്മുടെ കപ്പയാണ് ഇവിടുത്തെ താരം. അപ്പോൾ നമുക്ക് കപ്പ ഞാനിവിടെ ഉപ്പും മഞ്ഞളിട്ട് വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒരു സ്റ്റില്ലെടുത്തേ ഉള്ളൂ, ഒരു ഫോട്ടോ ആണിത്. അപ്പം ഇപ്പം നമ്മുടെ മത്തിയൊക്കെ നല്ലോണം തിളച്ച് വരുന്നുണ്ട്. അപ്പോഴത്തേക്ക് കപ്പ ഒരുവിധം വേഗം വേവുന്ന കപ്പയായത്, ഒരു വിസിലടിച്ചപ്പോൾ തന്നെ നല്ലോണം വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം ഇത് നമുക്ക് എടുക്കാം. ഇനിയിപ്പോൾ നെക്സ്റ്റ് പരിപാടി എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മീനിൽ നമുക്ക് ഉപ്പൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉപ്പ് വേണമെങ്കിൽ ഒന്നും കൂടി ആ സമയത്തൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഉപ്പ് നമുക്ക് ലാസ്റ്റ് ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല. നമ്മുടെ മീൻ ഇങ്ങനെ നല്ലോണം ഇങ്ങനെ ആയി വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ വെള്ളമാണെങ്കിൽ വറ്റിയില്ല. അപ്പോൾ ഇത്തിരി നേരം വെള്ളം വറ്റാൻ വേണ്ടി ഞാൻ കാത്തിരുന്നു കേട്ടോ. ഒരുവിധം ഒന്ന് വെള്ളം വറ്റിയതിന് ശേഷം ഞാൻ ഈ കിഴങ്ങുകൾ, അതായത് നമ്മുടെ കപ്പക്കിഴങ്ങ്, അത് ഞാൻ ഈ മീനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എല്ലാം നല്ലോണം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് ഉടച്ചെടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. നല്ലോണം ഇങ്ങനെ ഉടച്ചെടുക്കേണ്ടവർക്ക് ഉടച്ചെടുക്കാം, ഇല്ലാത്തവർക്ക് ഇതുപോലെ തന്നെ കഴിക്കുകയും ചെയ്യാം. എനിക്ക് ഉടച്ചിട്ട് ഇങ്ങനെ ഇച്ചിരി പായസം പോലെ ആവുന്നതാണ് എനിക്കിഷ്ടം. പിന്നെ നമുക്കിങ്ങനെ കുറച്ച് കറിവേപ്പിലയും കൂടി മുകളിൽ തൂവിയിട്ട് നന്നായിട്ട് നമുക്ക് എടുക്കാം കേട്ടോ. ഇതാണ് നമ്മുടെ ഡിഷ്. ഇതിനിപ്പോൾ നമ്മൾ പൂള വിരകിയത്, കപ്പ വിരകിയത് എന്നൊക്കെ പറയും. അപ്പോൾ നിങ്ങൾക്ക് എന്താ ഇപ്പം പേര്, കിഴങ്ങ്, ഇപ്പം കൊള്ളി, ചില സ്ഥലങ്ങളിൽ തൃശ്ശൂരൊക്കെ കൊള്ളി എന്ന് പറയും. അപ്പോൾ കൊള്ളി മീനിട്ട് വിരകിയത് എന്ന് പറയാം. അതിപ്പോൾ നിങ്ങളുടെ ഇഷ്ടം പോലെ എന്തെങ്കിലും ഒരു പേരിട്ടോ. പക്ഷേ വിഭവം അടിപൊളിയാണ്. ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാത്തവരൊന്നും ഉണ്ടാക്കി കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയാൻ വേണ്ടി മറക്കരുത് കേട്ടോ. അത് സൂപ്പർ ടേസ്റ്റിയാണ്. പിന്നെ ഇത് ഉണ്ടാക്കിയാൽ മാത്രം പറ്റില്ല, കഴിച്ചും കൂടി കാണിച്ചു തരണ്ടേ. അപ്പോൾ പിന്നെ ഞാൻ തന്നെ അങ്ങോട്ട് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇതാ അടിപൊളിയാണ് കേട്ടോ. ഞാൻ തന്നെ ഉണ്ടായിട്ട് ഞാൻ തന്നെ അഭിപ്രായം പറയുന്നത്, നല്ലതെന്ന് പറയുന്ന ആരും ചിന്തിക്കരുത്. ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ഉപ്പൊക്കെ നോക്കിയിടാൻ മറക്കണ്ട കേട്ടോ. അടിപൊളി ഉണ്ടായിരുന്നു. പിന്നെന്താ പറയുക, ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ, ചപ്പാത്തീൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ. ഇപ്പോൾ വെറുതെ കഴിച്ചാലോ, ഞാനിത് വെറുതെ ആയിട്ട് കഴിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ, നമുക്കിത് കട്ടൻ ചായയുടെ കൂടെയൊക്കെ വൈകുന്നേരം ഈവനിങ് സ്നാക്ക് എന്ന് പറയാൻ പറ്റില്ല, ഈവനിങ്ങിൽ നമുക്ക് അടിക്കാൻ പറ്റും. ബെസ്റ്റ് സാധനമാണ് കേട്ടോ. ബൈ, സീ യു.